പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദയം നൽകിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് ഇന്ന് 10 വർഷം തികയുകയാണ്. പ്രധാനമന്ത്രി തന്നെയാണ് ഇക്കാര്യം അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചതും. 10ാം വാർഷിക നിറവിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ലിംഗ വിവേചനങ്ങൾ ഇല്ലാതാക്കുവാനും പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും പദ്ധതിക്ക് കഴിഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലിംഗവിവേചനത്തെ തടയാൻ പദ്ധതിക്ക് സാധിച്ചു. അതേസമയം തന്നെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുവാനും പദ്ധതിക്കായി. പദ്ധതിയെ ജനപ്രിയമാക്കിയതിൽ പങ്കാളിയായ സംഘടനകൾ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി നാഴികക്കല്ല് പിന്നിട്ടിട്ടും 10 വർഷങ്ങൾക്കിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ പദ്ധതി ജനങ്ങളിലൂടെ വളർന്നെന്നും ശക്തി ആർജിച്ചുവെന്നും ഉത്തമ ഉദാഹരണമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, കുട്ടികളുടെ ലിംഗ അനുപാതത്തിൽ കുറവുണ്ടായിരുന്ന ജില്ലകൾ ഏറെ മെച്ചപ്പെട്ടു. ബോധവൽക്കരണ ക്യാമ്പുകൾ ലിംഗസമത്വത്തിന്റെ ആവശ്യകത തിരിച്ചറിയാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുവാനും വിവേചനമില്ലാത്ത അതുപോലെ ജീവിക്കുവാനും സാധിക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ രാജ്യത്തിനായി. താഴെത്തട്ടിൽ നിന്ന് മുതൽ പദ്ധതി വിജയകരമായി പ്രവർത്തിച്ചവരെ സ്മരിക്കുന്നുവെന്നും മോദി പറഞ്ഞു. വരും വർഷങ്ങളിലും കൂടുതൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും പെൺമക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുവാനും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കുട്ടികളുടെ ലിംഗാനുപാതം വൻതോതിൽ ഇടിയുന്ന സാഹചര്യത്തിൽ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉച്ചസ്ഥായിയിൽ നിൽക്കവെയാണ് 2015 ജനുവരി 22-ന് ഹരിയാനയിലെ പാനിപ്പട്ടിൽ വെച്ചാണ് പ്രധാനമന്ത്രി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതി ആരംഭിക്കുന്നതും. പദ്ധതി യാഥാർത്ഥ്യമായതിനു ശേഷം ജനന സമയത്ത് ദേശീയ ലിംഗാനുപാതം 2014-2015 വർഷങ്ങളിൽ 918 ആയിരുന്നു ഉണ്ടായിരുന്നത്. 2023-24 വർഷത്തിലേക്ക് കടക്കുമ്പോൾ 930 ഉയരുകയാണ് ഉണ്ടായത്. സെക്കൻഡറി വിദ്യാഭ്യാസ തലത്തിൽ പെൺകുട്ടികളുടെ മൊത്തം എൻറോൾമെന്റ് അനുപാതം എന്ന് പറയുന്നത് 75.51%. അതിൽ നിന്ന് 78% ഉയരുകയാണ് ഉണ്ടായതും. ഇത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി വഹിച്ച പങ്ക് വ്യക്തമാക്കുന്നുണ്ട്. മാതൃ ശിശു ആരോഗ്യ രംഗത്തും ഈ പദ്ധതി വലിയ പുരോഗതിയാണ് കൈവരിച്ചതും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറികൾ 61% നിന്നും 97.3% ഉയർന്നു. പ്രസവാനന്തര പരിചരണ രജിസ്ട്രേഷൻ 61% നിന്ന് 80.5% ഉയർന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കുറഞ്ഞു വരുന്ന ശിശുലിംഗ അനുപാതവും അതുമായി ബന്ധപ്പെട്ട് സ്ത്രീ ശാക്തീകരണവും ഉൾപ്പെടുന്നതാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. സ്ത്രീ ശിശു സേവന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മനുഷ്യ വിഭവശേഷി മന്ത്രാലയവും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പിലാക്കുകയും ദേശീയ തലത്തിൽ ബോധവൽക്കരണം നടത്തുകയും ശിശുലിംഗ അനുപാതം തന്നെ കുറഞ്ഞ് 100 ജില്ലകളിലെ സ്ഥിതി മാറ്റിയെടുക്കുന്നതിനായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. പെൺകുട്ടിയെ സമൂഹം വീക്ഷിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാനാണ് NDA ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. മകളുമായി സെൽഫി പദ്ധതിക്ക് തുടക്കമിട്ട ഹരിയാന വിപുരയിലെ സർപഞ്ചിനെ പ്രധാനമന്ത്രി മോദി മൻ കി ബാത്തിൽ പ്രശംസിച്ചിരുന്നു. പെൺമക്കളോടുള്ള സെൽഫി പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുകയും അത് പെട്ടെന്ന് തന്നെ ആഗോള ഹിറ്റായി തീരുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തും പുറത്തുള്ള ജനങ്ങൾ പെൺമക്കളുമായൊത്തുള്ള സെൽഫി പങ്കുവയ്ക്കുകയും അത് അവരുടെ അഭിമാനത്തിന്റെ നിമിഷങ്ങളായി മാറുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.